ഇന്ന് ഒരുപാട് ആളുകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് പൈൽസ്, മൂലക്കുരു, ഫിസ്റ്റുല എന്ന് പറഞ്ഞുള്ള ബുദ്ധിമുട്ടുകൾ. അതായത് അവർ ജീവിതം വളരെ ബുദ്ധിമുട്ടായി നിൽക്കുന്നത്. കാരണം ഒന്ന് വയറ്റുന്ന് പോകുന്നില്ല. ഇപ്പോൾ വയറ്റുന്ന് പോകുമ്പോൾ തന്നെ ഭയങ്കര പെയിനാണ്, ഭയങ്കര രക്തം വരുന്നുണ്ട്, അല്ലെങ്കിൽ എന്തോ ഒന്ന് തൂങ്ങി ഇറങ്ങിയിട്ടുണ്ട്, ഒരു തടിപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്, നീർക്കെട്ടുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇരിക്കാൻ പറ്റുന്നില്ല, യാത്ര ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് ധൈര്യമായിട്ട് പോയിക്കൂടാ എന്ന് വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. അപ്പം അത്തരം ആളുകൾക്ക് നമ്മളുടെ പൈൽസും അതിൻ്റെ പ്രശ്നങ്ങളും ഒരു 5 ദിവസത്തിനോട് നമുക്ക് റിസൾട്ട് ഉണ്ടാക്കിയാലോ? അതെ, ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ള ഡോക്ടർ ഷിബ്ലി സാറാണ്, മിസ്രിയ ഹെൽത്ത് കെയറിലെ ചീഫ് മെഡിക്കൽ ഓഫീസറാണ്. ഇന്ന് ഞാൻ പറഞ്ഞത് ഈ ഹാർമോണിക്സിൻ്റെ കാര്യമാണ്. അതായത് ആളുകൾക്ക് 5 ദിവസത്തിലാണ് പൈൽസിൻ്റെ പ്രശ്നങ്ങൾ മാറി തുടങ്ങുന്നത് എന്നുള്ളതാണ്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമ്മൾ ഡോക്ടറോട് ചോദിക്കും. സർ, ഇപ്പോൾ ഒരുപാട് ആളുകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ പൈൽസ് എന്ന് പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ. എന്തുകൊണ്ടാണ് ഒരാൾക്ക് പൈൽസ് വരാനുള്ള കാരണം? പൈൽസ് പ്രധാനമായിട്ടും വരുന്നത് 3 കാരണങ്ങളെ കൊണ്ടാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വയറ് സ്തംഭിക്കുക, കോൺസ്റ്റിപ്പേഷനാണ്. കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുമ്പോൾ വയറിൽ നിന്ന് പോകാത്തൊരവസ്ഥ. നമ്മളൊരു യൂഷ്വലി ഒരു 2-3 ദിവസമൊക്കെ പോകാതെ നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമല്ലെങ്കിലും അതിൻ്റെ പുറമേക്ക് പോകാതെ നിൽക്കുക എന്നുള്ള അവസ്ഥയ്ക്ക് എത്തുമ്പോഴാണ് ഇത് യൂഷ്വലി കാണപ്പെടാറുള്ളത്, ഈ പൈൽസ് എന്നുള്ള അവസ്ഥയ്ക്ക്. അപ്പോൾ ഇത് പോകാതെ ഇരിക്കുമ്പോൾ പൈൽസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയാൽ ശരിക്കും മനസ്സിലാവും ഇതിൻ്റെ കാരണങ്ങൾ എന്തുകൊണ്ട് അത് വരുന്നതെന്നുള്ളത്. പൈൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇരിക്കുന്ന ഭാഗത്ത്, നമ്മുടെ ആ ഒരു മലദ്വാരത്തിൻ്റെ ആ ഭാഗത്തായിട്ട് ചെറിയ ചെറിയ നമുക്ക് ഈ പുറത്ത് നമ്മൾ ഈ കൈയിൻ്റെ പുറത്ത് കാണുന്നുണ്ടല്ലോ വെയിൻസ്, ഇതുപോലുള്ള വെയിൻസ് നമുക്ക് ആ ഭാഗത്തുണ്ട്. നമ്മൾ ഈ വെരിക്കോസ് വരുന്നുണ്ടല്ലോ, കുറേ കാലം നിൽക്കുമ്പോൾ ആളുകളിൽ വെരിക്കോസ് കാലിൽ വരുന്നത്, ഇതേപോലെ ഒരുപാട് കാലം ഇരിക്കുക. അതുപോലെ ഈ കോൺസ്റ്റിപ്പേഷൻ വരുമ്പോൾ നന്നായിട്ട് പ്രഷർ ചെയ്യും ആളുകൾ വയറ്റിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഭയങ്കര പ്രഷർ ചെയ്യുമ്പോൾ ഈ ഒരു വെയിൻസ് എന്ത് ചെയ്യും, വീങ്ങി വീങ്ങി വരും. അവിടെയുള്ള പ്രഷർ കാരണം കാലിലേക്ക് പ്രഷർ വരുമ്പോൾ കുറേ നേരം നിൽക്കുമ്പോൾ എങ്ങനെയാണോ വെരിക്കോസ് വെയിൻ വരുന്നത്, ഇതേപോലെ ഈ മലദ്വാരത്തിൻ്റെ ഭാഗത്ത് അവിടെയുള്ള രക്തക്കൊഴലുകൾ തടിപ്പ് വന്നിട്ട് വരുന്നതാണ് ഈ പൈൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പ്രധാനപ്പെട്ട കാരണം എന്തുതന്നെയാണ്, ഈ കോൺസ്റ്റിപ്പേഷൻ തന്നെയാണ്. കോൺസ്റ്റിപ്പേഷൻ ആദ്യം റിലീവ് ചെയ്യുക എന്നുള്ള ഫസ്റ്റ് അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം. പിന്നെ രണ്ടാമത്തെ കാരണം കൂടുതൽ നേരം ഇരിക്കുക. ബസ് ഡ്രൈവേഴ്സ്, ലോറി ഡ്രൈവർമാർ, ടൈലർ പണി എടുക്കുന്ന ആളുകൾ, പിന്നെ ഓഫീസ് വർക്ക് കൂടുതൽ സമയം ഇരുന്നിട്ടുള്ള ജോലിയുള്ള ആളുകൾ, ഇവർക്കൊക്കെ ഇത് കൂടുതലായിട്ട് കാണപ്പെടും. ഇതേ സംഭവം തന്നെ. ഈ കൂടുതൽ ഇരിക്കുമ്പോൾ ഈ പ്രഷർ ആ ഭാഗത്ത് എന്ത് ചെയ്യാണ്, കൂടുതലായിട്ട് വരികയാണ്. അപ്പം ആ പ്രഷർ കാരണം ഈ ഞരമ്പുകൾ എന്ത് ചെയ്യും, വീർക്കും. അത് കാരണം അത് പൊട്ടിയിട്ട് ചിലപ്പോൾ ബ്ലീഡിങ് വരും. അത് അവിടെ ഭയങ്കരമായിട്ട് പെയിൻ വരുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവും. ഇതാണ് മെയിൻ കാരണങ്ങൾ. പിന്നെ കുറേ കാലം ചുമയുള്ള ആളുകൾക്ക് കേട്ടോ, നിൽക്കാതെ ചുമയുണ്ടാകുമ്പോൾ ഇതേ അവസ്ഥയാണ്. ചുമക്കുമ്പോൾ ഈ അടിയിലേക്കാണ് പ്രഷർ പോകണേ. കുറേ കാലം പ്രഷർ, അപ്പോൾ പ്രഷർ വരുമ്പോൾ ഈ ഒരു പ്രശ്നം ഇതേപോലെ വരും. ഇതൊക്കെയാണ് എൻ്റെ ഒരു യൂഷ്വലി മോസ്റ്റ് കോമൺ കാരണങ്ങൾ, കോസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ സാറ് പറഞ്ഞ ഫസ്റ്റ് കാരണം കോൺസ്റ്റിപ്പേഷൻ്റെ പ്രശ്നം എല്ലാവർക്കും ചില പറയുന്നുണ്ടാവും. ഒരുപാട് നേരം ഇരിക്കുന്ന വിഷയങ്ങളും അതുപോലെ തന്നെ ഇപ്പോൾ ഈ ചുമയും ഇത് പൈൽസിന് ഒരു കാരണമാണെന്നുള്ളത് ആളുകൾക്ക് ചിലപ്പോൾ അത്ര പെട്ടെന്ന് മനസ്സിലായിക്കോളണമെന്നില്ല. കുറേ കാലം നീണ്ടു നിൽക്കുന്ന 2 മാസമൊക്കെ നീണ്ടു നിൽക്കുന്ന ചുമയുള്ള ആളുകൾക്ക് ഇത് വരാറുണ്ട്. അതായത് നിങ്ങൾക്ക് അത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉടനെ തന്നെ ട്രീറ്റ് ചെയ്യാന്നുള്ള. സാധാരണ 5 ദിവസത്തിന്റെ മുകളിൽ ചുമ ഉണ്ടെങ്കിൽ തന്നെ ട്രീറ്റ് ചെയ്യണം എന്നാണല്ലോ സാധാരണ പറയാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ അതിന്റെ കാര്യങ്ങൾ നോക്കുക. ഇപ്പോൾ നമ്മളിപ്പോൾ പൈൽസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പല ടൈപ്പ് ആളുകൾ പറയാറുണ്ട്. പൈൽസ് പറയലുണ്ട്, ഫിഷർ പറയലുണ്ട്, ഫിസ്റ്റുല പറയലുണ്ട്. ശരിക്കും ഇതിന്റെ 3 ലക്ഷണങ്ങൾ എങ്ങനെയാണ് നമുക്ക് തരംതിരിക്കാൻ പറ്റുക? പക്ഷേ അതിൻ്റെ കോഴ്സ് ഞാൻ ഈ പറഞ്ഞൊക്കെ തന്നെയാണ് ഏകദേശം വരിക കേട്ടോ. പക്ഷേ അതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് 3 ഗ്രേഡ്, ഒരു ഗ്രേഡിലായിട്ട് ഓരോ അവസ്ഥയാണ്. തുടക്കത്തിലൊന്ന്, അവസാനത്തേക്കൊന്ന് എന്നുള്ള രീതിയിൽ ഈ പൈൽസിൻ്റെ ലക്ഷണം ആദ്യം പറഞ്ഞുതരാം. പൈൽസിൻ്റെ ഫസ്റ്റ്, പൈൽസ് വരുന്നതിന് മുമ്പ് വരുന്നതെന്ന് പറയാൻ പറ്റുന്ന സാധനമാണ് ഫിഷർ എന്ന് പറയുന്നത്. ഫിഷർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു മുറിവ് വരികയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് കാലം ഈ വയറിങ്ങനെ ഉറച്ചു പോകുന്ന സമയത്ത് ഈ മലം ഒരതി എന്ത് ചെയ്യും, അവിടെ ചെറിയൊരു വിള്ളൽ വരും. ആ വിള്ളൽ മുറിവ് നീറുന്ന പോലെ ആയിരിക്കും വേദന, ഭയങ്കര പുകച്ചിൽ, ഭയങ്കരമായിട്ട് അവിടെ നീര് വരിക. മുറിയിൽ നിന്ന് എങ്ങനെയാണോ നീര് വരിക, അതേപോലെ അവിടെ നിന്ന് ഇങ്ങനെ നീര് വന്നുകൊണ്ടിരിക്കും. പിന്നെ പോയി കഴിഞ്ഞാൽ 1 മണിക്കൂർ സമയത്തേക്ക് നിൽക്കാതെ പുകയുക, ആ ഭാഗം ഇങ്ങനെ പുകയുക എന്നുള്ള ഒരവസ്ഥയൊക്കെയാണ് ഈ ഫിഷറിന് കാണാം. ഈ ഫിഷർ കഴിഞ്ഞ് ഒരുപാട് കാലം ഇതേപോലെ കോൺസ്റ്റിപ്പേഷൻ കൊണ്ട് നടക്കുമ്പോഴൊക്കെയാണ് എന്ത് വരിക, അടുത്ത സ്റ്റേജ് എന്ന് പറയാൻ പറ്റില്ല, അടുത്ത വേറൊരു കണ്ടീഷനാണ് പൈൽസ് എന്ന് പറയുന്നത്. പൈൽസിന് ലക്ഷണങ്ങൾ ഉണ്ടാവുക ഫസ്റ്റ് പേഷ്യൻസ് എന്ന് പറയാം, ഈ ഇൻറ്റേർണൽ പൈൽസിന് ഉള്ളിൽ പൈൽസ് വരും. ഇൻറ്റേർണൽ പൈൽസും ഉണ്ട്, എക്സ്റ്റേണൽ പൈൽസും ഉണ്ട്. ഇൻറ്റേർണൽ പൈൽസിന് അധികവും ഫസ്റ്റൊന്നും വേദന ഉണ്ടാവില്ല, അതാണ് ഏറ്റവും കോമൺ. അപ്പോൾ ആ ബ്ലീഡിങ്ങാണ് വരിക. മലം പോകുന്നതിന് കൂട്ടത്തിൽ കുറച്ച് ബ്ലഡ് കണ്ടു ഡോക്ടറെ എന്ന് വന്നിട്ട് പറയാം. പിന്നെ അത് അടുത്ത ഒരു സ്റ്റേജിലേക്ക് കയറുമ്പോൾ
അതൊരു തടിപ്പ് എന്തോ ഒന്ന് മലം പോയപ്പോൾ ചെറുതായിട്ട് തടിപ്പ് പുറത്തേക്ക് വന്നു. അതാണ് രണ്ടാമത്തെ ഗ്രേഡ്. തടിപ്പ് വന്നു, പിന്നെ അത് ഉള്ളിലേക്ക് പോയി, മലം പോയി കഴിഞ്ഞപ്പോൾ ഉള്ളിലേക്ക് പോയി എന്ന് പറയും. അത് കുറച്ച് കാലം അങ്ങനെ ഉണ്ടാവും. പിന്നെ ഇത് കൊണ്ട് നടക്കാൻ ട്രീറ്റ്മെൻറ്റ് ഒന്നും എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് 2 സ്റ്റേജ് നമുക്ക് പൂർണ്ണമായിട്ട് ട്രീറ്റ് ചെയ്ത് മെഡിസിൻ കഴിച്ച് അപ്പം മാറ്റാൻ പറ്റുന്ന വിഷയമുള്ളൂ. പക്ഷേ അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോൾ ഇത് പുറത്തേക്ക് വരും, പക്ഷേ പിന്നെ ഉള്ളിലേക്ക് പോകില്ല. അതാണ് ഉള്ളിലേക്ക് പോവും, കൈ കൊണ്ടാക്കി കൊടുക്കേണ്ടി വരും. നമ്മൾ മാനുവലി ചെയ്ത് കൊടുത്താൽ മാത്രമേ അത് ഉള്ളിലേക്ക് പോവുള്ളൂ, ആ പുറത്തേക്ക് വന്നത്. അതാണ് 3ാമത്തെ ഗ്രേഡ്. ആ ഗ്രേഡിൽ നമുക്ക് ഒരു വിധമൊക്കെ മെഡിസിൻസും ഒക്കെ ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി അടുത്തൊരു സ്റ്റേജ് ഉണ്ട്, ഗ്രേഡ് 4. ആ 4ൽ പുറത്തേക്ക് വന്നത് അവിടെ കിടക്കും, പോകൂല, ഉള്ളിലേക്ക് പോകാതെ അവിടെ എങ്ങനെ കിടക്കും. അതിൽ നല്ല ബ്ലീഡിങ്ങും വേദനയും ഒക്കെ ഉള്ള അവസ്ഥ വരും. ഇതാണ് യൂഷ്വലി നമുക്ക് കാണപ്പെടുന്ന പൈൽസ് എന്ന് പറയുന്ന അസുഖം. പിന്നെ ഫിഷർ എന്ന് പറഞ്ഞാൽ എൻ്റയർലി ഡിഫറെൻറ്റ് കണ്ടീഷനാണ്. അതൊരു ഒരു കനാൽ രൂപപ്പെടുകയാണ്. നമ്മളെ ഈ കുടലും അതേപോലെ പുറത്തേക്കും ഒരു പാസേജ് എക്സ്ട്രാ രൂപപ്പെടുന്നൊരു കണ്ടീഷനാണ് ഫിസ്റ്റുല എന്ന് പറയുന്നത് കേട്ടോ. ഇത്രയാണ് അതിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഒരുപാട് ആളുകൾ അനുഭവിക്കുന്നുണ്ടാവും. പൈൽസ് ഉണ്ടാവും, ഫിഷർ ഉണ്ടാവും, ഫിസ്റ്റുല ഉണ്ടാവും. ഇത്തരം പ്രശ്നങ്ങൾ ആളുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും അത് ചികിത്സിച്ച് ഭേദമാക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ കോംപ്ലിക്കേഷൻസിനെ കൂടുമ്പോൾ നിങ്ങളത് ജീവിതത്തെ വളരെ ബുദ്ധിമുട്ടായി ബാധിക്കും. അത് തുടക്കത്തിൽ ചികിത്സിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ക്ലിയർ ചെയ്തിട്ട് നമ്മൾ സർജറി ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ താഴെക്കാവുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഷിബിലി ഡോക്ടറുടെ കൺസൾട്ടേഷൻ വേണമെന്നുണ്ടെങ്കിലും താഴെക്കാവുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. സാറും സാറുടെ മിസ്രിയ ഹെൽത്ത് കെയർ ടീമും അതിന് റെഡിയാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് താഴെക്കാവുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ സാർ, നമ്മൾ ഇപ്പോൾ പൈൽസും കോൺസ്റ്റിപ്പേഷനും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ കോൺസ്റ്റിപ്പേഷൻ ഒരു അസുഖമായി മാറുന്നത് പലപ്പോഴും ആളുകൾക്ക് അറിയില്ല. ഇപ്പോൾ വയറ്റിന്ന് പോകാത്ത പ്രശ്നങ്ങൾ കോമൺ ആണ്. ഇപ്പോൾ ചിലപ്പോൾ നമ്മുടെ ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളാണ് ചിലപ്പോൾ എന്ത് ചെയ്യും, 1-2 ദിവസങ്ങളൊക്കെ അല്ലെങ്കിൽ ഒരു ദിവസമൊക്കെ ചിലപ്പോൾ തീരെ വയറ്റിന്ന് പോയില്ല എന്നുള്ള പ്രശ്നങ്ങളൊക്കെ വരും. പക്ഷേ ഒരു കോൺസ്റ്റിപ്പേഷൻ ഒരു അസുഖമാണ് എന്ന് പിന്നെ മനസ്സിലാവുന്നത് ഏത് സമയത്തായിരിക്കും? കോൺസ്റ്റിപ്പേഷൻ പറഞ്ഞാൽ നമ്മളിവിടെ ഉള്ളൂ എന്നും വയറ്റിന്ന് പോകണം എന്നുള്ളൊരു സമ്പ്രദായം. രാവിലെ എണീറ്റ് ഒരു കട്ടൻ ചായ കുടിച്ചാൽ നിർബന്ധമായിട്ട് വയറ്റിന്ന് പോകണം, അല്ലെങ്കിൽ നമ്മളൊപ്പം ഭയങ്കര പാനിക്കാവും, എൻ്റെ വയറിനെന്തോ പറ്റി. അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാൽ കോൺസ്റ്റിപ്പേഷൻ ഒരു 2 to 3 days നമ്മൾ വയറ്റിന്ന് പോകാത്ത അവസ്ഥേനെ നമ്മൾ കോൺസ്റ്റിപ്പേഷൻ എന്നുള്ള കാറ്റഗറിയിൽ തന്നെ പെടുത്തുള്ളൂ. 2 ദിവസം കൂടുമ്പോൾ നോർമലായി വയറ്റിന്ന് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. വയറ്റിന്ന് പോകുമ്പോൾ ഭയങ്കര സ്ട്രെയിൻ എടുക്കേണ്ടി വരികയാണ്, ഭയങ്കര ബുദ്ധിമുട്ടാൻ നേരത്തെ വേദനയൊക്കെ വരികയാണെങ്കിലാണ് നമ്മൾ കോൺസ്റ്റിപ്പേഷൻ എന്നുള്ള കാറ്റഗറി പെടുത്ത് തന്നെ ഉള്ളൂ. അതല്ലെങ്കിൽ നോർമലാണ്. അപ്പോൾ ഈ കോൺസ്റ്റിപ്പേഷൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മളിപ്പോഴത്തെ ലൈഫ് സ്റ്റൈലാണ്. പണ്ടൊക്കെ നമ്മളെന്ത് കഴിക്കൽ കൂടുതലായിട്ട് പച്ചക്കറി, കൂട്ടാൻ, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ കൂടുതലായി കഴിച്ചിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ നമ്മളെ ലൈഫ് സ്റ്റൈൽ എന്താ, ഫുള്ള് ചിക്കൻ അല്ലേ, നോൺ വെജാണ് കൂടുതലായിട്ട് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ ഈ നോൺ വെജിലേക്ക് കൂടുതൽ മാറുമ്പോൾ ഫൈബറിൻ്റെ ഷോർട്ടേജ് നമ്മൾ നല്ല വരും. ഒരു ദിവസം ഒരു ഫുൾ ഗ്രോൺ മാൻ ആളുകൾക്ക് ഒരു പ്രായപൂർത്തിയായിട്ട് ആളുകൾക്ക് ഒരു 38 gram ഫൈബർ കിട്ടണം. 35 to 38 gram. സ്ത്രീകൾക്കാണെങ്കിൽ 25 gram കിട്ടണം. ഇത് എങ്ങനെ കണക്കൂട്ടിയാലും നമ്മളെ സാധാരണ ഇപ്പോഴത്തെ ഭക്ഷണമൊന്നും കിട്ടില്ല. എങ്ങനെ കണക്കൂട്ടിയാലും കിട്ടില്ല. അപ്പോൾ അത് ഫസ്റ്റ് റെഡി ആക്കാണ്ട് ഈ കോൺസ്റ്റിപ്പേഷൻ റെഡി ആവില്ല. കോൺസ്റ്റിപ്പേഷൻ റെഡി ആവാണ്ട് ഒരിക്കലും ഈ പൈൽസിൽ റിലീഫ് കിട്ടുന്നെങ്കിൽ വിചാരിക്കുക വേണ്ട എന്നുള്ളൊരവസ്ഥയാണ് അതിനുള്ളത്. അപ്പോൾ ഇത് റെഡിയാക്കാൻ ഫസ്റ്റ് ചെയ്യേണ്ടത് ഫൈബർ കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ അതിൽ വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇപ്പോൾ മെയിൻ ഒന്ന് പൈൽസ് ആണെങ്കിൽ തന്നെ അതുപോലെ തന്നെയാണ് ഗ്യാസ്ട്രിക്കിൻ്റെ പ്രശ്നങ്ങൾ, ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകൾ, മലബന്ധം, പിന്നെ ആളുകൾക്ക് ഈ കീവായിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ബാഡ് ബ്രെത്തിൻ്റെ പ്രശ്നങ്ങൾ, ഇത്തരം പ്രശ്നങ്ങൾ ഒരുപാട് ആളുകൾ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ വയറിന് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ പലപ്പോഴും ആളുകൾക്ക് അറിയില്ല. ഇപ്പം വായ്നാറ്റം ഉണ്ടാകുന്ന സമയത്ത് ആളുകൾ ആദ്യം ട്രീറ്റ് ചെയ്യുക പല്ലാണ്, അല്ലെങ്കിൽ വേറെ ഡെന്റൽ ഡോക്ടറെ അടുത്ത് പോവാണ്, ഭയങ്കര സ്മെല്ലാണെന്ന് പറഞ്ഞിട്ടുള്ളത്. ശരിക്കും എന്തുകൊണ്ടാണ് നമുക്കത് ഒരു ബാഡ് ബ്രെത്ത് അല്ലെങ്കിൽ വയറ് സംബന്ധമായിട്ട് ഇത് വരാനുള്ള കാരണം? വയറ് സംബന്ധമായിട്ട് എന്ന് പറയുമ്പോൾ ഇപ്പം മെയിൻ കോസ് ആക്ച്വലി ഫസ്റ്റ് നമ്മൾ വായൻ്റെ അകത്ത് വായനാറ്റം വന്നു കഴിഞ്ഞാൽ മെയിൻ കോസ് നമ്മൾ വായൻ്റെ അകത്തുള്ള ബാക്ടീരിയൽ ഗ്രോത്ത് കൂടുന്നുണ്ടും ബ്രഷിങ് ശരിയാവറ്റൊക്കെ തന്നെയാണ്. പക്ഷെ എന്നാലും നമുക്ക് വയറിനൊരു കണക്ഷൻ അതിനുണ്ട്. നമ്മൾ വയറിൻ്റെ അകത്ത് ഈ ബാഡ് ബാക്ടീരിയ കൂടുമ്പോൾ, ചീത്ത ബാക്ടീരിയ, ഗട്ടിൻ്റെ അകത്ത് ചീത്ത ബാക്ടീരിയ കൂടുമ്പോൾ, അതേപോലെ നമ്മൾ പുളിച്ചതേ കെട്ടിലും ഈ സ്റ്റൊമക്കിലുണ്ടാകുന്ന അതായത് ആമാശയം നമ്മൾ നേരിട്ട് ഇവിടുന്ന് ഇറങ്ങി ചെന്നിട്ട് നേരെ ചെല്ലുന്നത് ഇടത് ഭാഗത്തുള്ള ഒരു ആമാശയത്തിനായിരുന്നു. ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഗ്യാസ് ഓവർ ഉണ്ടാകും, പുളിച്ചതേ കെട്ടി വരും, ഇവിടുത്തെ വാൾവിന് കംപ്ലയിൻറ്റ്, ഇവിടെ ഒരു വാൾവ് ഉണ്ട് നമുക്ക്, ആ വാൾവ് കംപ്ലയിൻറ്റ് വരുമ്പോൾ മുകളിലേക്ക് ഇങ്ങനെ പുളിച്ചെട്ടി വന്നിട്ട് ആ ഒരു ആസിഡ് ഇടക്കിടക്ക് വായിലേക്ക് വരുമ്പോൾ പല്ല് പെട്ടെന്ന് ദ്രവിക്കും. ആ ആസിഡ് കൊണ്ട് തന്നെ വായിൻ്റെ അകത്ത് ചില മാറ്റങ്ങൾ വന്നിട്ടൊക്കെ ബാഡ് ബ്രെത്ത് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ വയറായിട്ട് റിലേഷൻ ഉണ്ട് ബാഡ് ബ്രെത്തിന്. ഓക്കെ. ഇപ്പോൾ നമ്മളിപ്പം മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പൈൽസിനായിക്കോട്ടെ കോൺസ്റ്റിപ്പേഷൻ ആയിക്കോട്ടെ
നമുക്ക് പ്രധാനമായിട്ടുള്ള ഒരു കാരണങ്ങൾ അതിലേക്ക് നയിക്കുന്നത് ഭക്ഷണങ്ങൾ ത്രൂ പറയുകയാണെങ്കിൽ? ഞാൻ പറഞ്ഞില്ല, ഇപ്പോഴത്തെ നമ്മൾ ഈ നോൺ വെജ് അതേപോലെ നമ്മുടെ കൂടുതലായിട്ട് ഈ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്തിട്ടുള്ള സാധനം. ഇപ്പോൾ ഈ നോൺ വെജ് കഴിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫൈബറിൻ്റെ അളവ് നമുക്ക് കോപ്പപ്പ് ചെയ്യാൻ പറ്റില്ല. ഫൈബർ കൂടുതൽ പച്ചക്കറി കഴിച്ചു കൊടുത്ത് നോൺ വെജ് കഴിക്കുമ്പോൾ ഓക്കെയാണ്, വയറ് സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കും. പക്ഷേ നമ്മൾ ഈ പ്രിസർവേറ്റീവ്സ് ആണ് ബാക്കി ഭക്ഷണം. നമ്മൾ ആഡഡ് ഷുഗേഴ്സൊക്കെ വരുന്നില്ലേ, പാക്കറ്റ് ഭക്ഷണങ്ങൾ, നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന ബാക്കിയുള്ള പാക്കഡായിട്ട് വരുന്ന ഭക്ഷണങ്ങളൊക്കെ കൂടുതൽ കഴിക്കുമ്പോൾ ഈ പ്രിസർവേറ്റീവ്സ് ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഈ ആഡഡ് ഷുഗർ, ഇപ്പോൾ നമ്മൾ ഡയറ്റ് കോള പറഞ്ഞ പരിപാടി ഉണ്ട് അല്ലേ, ഡയറ്റ് കോള, അതിലൊക്കെ നന്നായിട്ട് ഈ ആഡഡ് ഷുഗറാണ് വരുന്നത്. ഷുഗറല്ല, പക്ഷേ വേറെ ഒരു കോമ്പൗണ്ടായിട്ട് വരുന്നത്. അപ്പോൾ ആ കോമ്പൗണ്ട് എന്ത് സംഭവിക്കുക, ഷുഗർ നമുക്ക് ഫീൽ ചെയ്യില്ല, ഷുഗർ സ്പൈക്ക് ഉണ്ടായിക്കോണമെന്നൊന്നുമില്ല. ബട്ട് നമ്മളെ കുടലിലെ ബാക്ടീരിയ നശിച്ചു പോകും, കംപ്ലീറ്റ്ലി നശിച്ചു പോകും. അപ്പോൾ ആ നശിച്ചു പോകുമ്പോൾ അതിൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് ഈ കോൺസ്റ്റിപ്പേഷൻ വരും, വയറാകെ കേടാവും എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഭാഗത്ത് പോകുമ്പോൾ മറ്റേ ഭാഗത്ത് അതിൻ്റെ ഇരട്ടി എഫക്റ്റ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ കോൺസ്റ്റിപ്പേഷനിലേക്ക് നയിക്കുന്നത്. പിന്നെ വെള്ളം കുടിക്കുന്നത് ഒരു വെയിറ്റിന്, നമ്മൾ വെയിറ്റ് ഇപ്പോൾ ഒരു 50 കിലോഗ്രാം ആണെങ്കിൽ നമുക്ക് 2 ലിറ്റർ വെള്ളം വേണം. 25 കിലോഗ്രാമിന് 1 ലിറ്റർ വെള്ളം എന്നുള്ള കണക്കിന് നിർബന്ധമായിട്ട് കുടിക്കണം. അതല്ലെങ്കിൽ നമ്മുടെ ശരീരം വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കും, ഈ മലത്തുനിന്ന് വലിച്ചെടുക്കുക. മലത്തുനിന്ന് വെള്ളം പോയി കഴിഞ്ഞാൽ മലം കട്ടിയാവും, ഉണങ്ങിപ്പോവും. അപ്പോൾ ആ ഉണങ്ങിയ മലം വരാൻ നല്ല പ്രയാസം ഉണ്ടാവും, അതും കോൺസ്റ്റിപ്പേഷനിലേക്ക് എത്തും. ആ രീതിയിലാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ വയറ്റിൽ പിന്നെ ഇപ്പോൾ അല്ലെങ്കിൽ നമ്മൾ പറയാനുള്ളല്ലോ, പിന്നെ കുടലുണ്ടാവുന്ന മ്യൂക്കസ് അല്ലെങ്കിൽ അതിലുണ്ടാവുന്ന കൊഴുപ്പ് വഴുവഴുപ്പൊക്കെ പോകുമ്പോൾ പിന്നെ പോകുന്ന സമയത്ത് പിന്നെ മലം പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അതിന് നമ്മൾ എന്താണ് ചെയ്യാൻ പറ്റുക? അത് ഞാൻ പറഞ്ഞാൽ ബാക്ടീരിയയാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ഈ വഴുവഴുപ്പ് ഉണ്ടാക്കുന്നത് ഈ കുടലിൻ്റെ ചുറ്റുള്ള കോശങ്ങളാണ്. ഈ കോശങ്ങളെ ഒരു ഭയങ്കര സംരക്ഷിച്ച് നിർത്തുന്ന ആളാണ് ഈ വയറിൻ്റെ അകത്തുള്ള ബാക്ടീരിയ. തോർമണി 30 ട്രില്യൺ എങ്ങാണ്ട് ബാക്ടീരിയ വയറിൻ്റെ അകത്ത്, ഈ കുടലിൻ്റെ അകത്തുണ്ട്, പ്രത്യേകിച്ച് വൻകുടലിൻ്റെ അകത്ത്. അപ്പോൾ ഈ ബാക്ടീരിയയാണ് നമ്മുടെ ഈ കുടലിനെ കോശങ്ങൾ സംരക്ഷിച്ച് നിർത്തുന്നത്. ഈ ബാക്ടീരിയനെ ചൊറിയാൻ ചെന്നിട്ടുണ്ടെങ്കിൽ ഇത് ചത്തുപോയാൽ പിന്നെ ഈ മ്യൂക്കോസൊക്കെ പെട്ടെന്ന് ഡാമേജ് വരും. അപ്പോൾ എന്ത് സംഭവിക്കില്ല, ഈ മ്യൂക്കസ് പെട്ടെന്ന് റിലീസ് ഉണ്ടാവില്ല. മ്യൂക്കസ് എന്ന് പറഞ്ഞൊരു ലൂബ്രിക്കൻ്റ് പോലെ, നമ്മൾ എഞ്ചിൻ ഓയിൽ കഴിക്കുന്ന പോലെയൊക്കെ പറയാം. അപ്പോൾ അതിൻ്റെ അകത്തൂടെ സ്മൂത്തായിട്ട് ഈ മലം പാസ് ചെയ്യില്ല. അപ്പോഴും കോൺസ്റ്റിപ്പേഷൻ, ഈ പെട്ടെന്ന് മുറിവ് വരിക, ഫിഷറൊക്കെ പെട്ടെന്ന് നമുക്ക് രൂപപ്പെടാം. ഓക്കെ, ഇപ്പോൾ കോൺസ്റ്റിപ്പേഷൻ്റെയും അതുപോലെ തന്നെ പൈൽസ് ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഞങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. പിന്നെ സർ, നമ്മൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ് ഹാർമോണിക്സ്. അതായത് നമുക്ക് 5 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് നല്ലപോലെ റിസൾട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ്. അതായത് നമ്മളെ കോൺസ്റ്റിപ്പേഷനും മാറും, അതുപോലെ നമ്മൾ പൈൽസ് ഉണ്ടെങ്കിൽ അതും നല്ലപോലെ മാറുന്നുണ്ട്. സർ, ഇതെങ്ങനെയാണ് ഇത് എഫക്റ്റ് വരുന്നത്? അതിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ, ഇത് ഞാൻ പറഞ്ഞില്ലേ, കോൺസ്റ്റിപ്പേഷൻ നല്ല റിലീഫ് കൊടുക്കാന്നുള്ള ഫസ്റ്റ് ഇത്. ഇതിലെ കോമ്പൗണ്ട്സ് നോക്കിയാൽ ഇതിലുള്ള കണ്ടൻറ്റ് തന്നെ അതിനെ മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പൈൽസിൻ്റെ മെയിൻ കാരണക്കാരൻ ഈ വയറ് ഉറക്കുന്നതാണ്. അപ്പോൾ വയറിനൊന്ന് സ്മൂത്താക്കി വിടുക. ആ സ്മൂത്താക്കി വിടുമ്പോൾ തന്നെ ഒരുവിധം നല്ല റിസൾട്ട് മൊത്തം കിട്ടും. പിന്നെ നമുക്ക് അവിടെ മുറിവ് വന്നിട്ടുണ്ടാവും, നീർക്കെട്ട് വന്നിട്ടുണ്ടാവും, അതിനൊക്കെ റിലീവ് ചെയ്യാനുള്ള കോമ്പൗണ്ടാണ് ഇതിൽ. ഇതെനിക്ക് നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. പക്ഷെ ഇത് ഞാൻ പറയാം, നിങ്ങൾ ഒറ്റയ്ക്ക് അടിക്കരുത്. ഇതെന്ത് ചെയ്യരുത്, സ്വന്തമായിട്ട് ഇത് വാങ്ങി സ്വന്തമായിട്ട് കഴിക്കരുത്. ഒരു ഡോക്ടർ സൂപ്പർവിഷനിൽ മാത്രം. അതാണ് ഏറ്റവും സേഫ് എന്നല്ല, ഭയങ്കര പ്രശ്നം ഉണ്ടായിട്ടല്ല, പക്ഷേ എന്താണ് നമ്മളെപ്പോഴും സേഫ്, നമ്മൾ സ്വന്തമായിട്ട് ഇങ്ങനത്തെ ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അതെ, ഓരോരുത്തരുടെ കണ്ടീഷനിൽ മാറുന്ന സമയത്ത് ചിലപ്പോൾ വേറെ അസുഖങ്ങൾ കൂടുതൽ പറ്റാതിട്ടുണ്ടാവും. ഇളനീര് എടുക്കുക, ഇളനീര് നല്ല സാധനമാണ്, നമുക്ക് എപ്പോഴും കുടിക്കാൻ പറ്റും, പക്ഷേ കിഡ്നി പേഷ്യൻസിന് കുടിക്കാൻ പറ്റില്ല. അങ്ങനെ സംഭവമുണ്ട്. അപ്പോൾ അതേപോലെ എൻ്റെ എപ്പോഴും സപ്ലിമെൻറ്റ്സ് ചെയ്തെടുക്കുമ്പോഴും ഏറ്റവും ബെറ്റർ നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഒരു അഡ്വൈസ് എടുത്തതിന് ശേഷം ആ ഡോക്ടർ അഡ്വൈസ് ചെയ്യുന്ന പോലെ കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും സേഫ്. ഓക്കെ, അതായത് നിങ്ങൾ അത് കൃത്യമായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് നിങ്ങൾക്ക് അതിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ എങ്കിലും നിങ്ങൾ സേഫായിട്ട് ഡോക്ടറുടെ അഡ്വൈസ് കൊണ്ട് മാത്രമേ ഇതെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെക്കാവുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇതിനെക്കുറിച്ചും അല്ലെങ്കിൽ ഡോക്ടർ കൺസൾട്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ അതിൽ നമ്മൾ മറ്റൊരു കാര്യം കൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം വയറ് ഉറയ്ക്കാതിരിക്കാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ഇവൻ ഭക്ഷണം ശ്രദ്ധിക്കുന്നത് മുതൽ അല്ലെങ്കിൽ വയറൊന്ന് സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഭക്ഷണങ്ങളായിട്ടോ അല്ലെങ്കിൽ ഭക്ഷണത്തിലെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഫ്രൂട്ട്സ് ആയിട്ടോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പറയണം. അപ്പോൾ പലപ്പോഴും പറയുന്നതാണ് കക്കിരി കഴിച്ചാൽ പിറ്റേന്ന് നല്ലപോലെ ശോധന കിട്ടും, അല്ലെങ്കിൽ പപ്പായ കഴിച്ചാൽ നല്ലപോലെ ശോധന കിട്ടും എന്നൊക്കെ പറയാറുണ്ട്. അത് അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് നമ്മൾ ഇതിനു വേണ്ടി ചെയ്യാൻ പറ്റും? 2 കാര്യമാണ് അവിടെ. ഒന്ന്, നമ്മളെ മലത്തിനെ ലൂസാക്കുക.
ടൈറ്റ് ആകാൻ സമ്മതിക്കരുത്. 2 മലം ലൂസായിട്ട് കാര്യമില്ല, അവിടെ കുടൽ അനങ്ങണം. അതെ, കുടൽ അനക്കിക്കാണ്ട് പുറത്തേക്ക് കൊണ്ടുവരണം. അപ്പോൾ അതിന് ആദ്യം ഈ മലം ലൂസാക്കാൻ ചെയ്യേണ്ടത് നന്നായിട്ട് വെള്ളം കുടിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു. രണ്ടാമത് ഫൈബർ നല്ല റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, നല്ല റിച്ച് ആയിട്ടുള്ള സാധനമാണ് പേരക്ക. പേരക്ക 2 പ്രത്യേകമുണ്ട്. വൈറ്റമിൻ സിൻ്റെ ഒരു കലവറയാണ്. ഒറ്റൊന്ന് കഴിച്ച ഒരു ദിവസത്തേക്ക് വേണ്ട വൈറ്റമിൻ സി കിട്ടും. അപ്പോൾ ആ വൈറ്റമിൻ സി ഇൻഫ്ലമേഷൻസ് നന്നായിട്ട് ഓർക്കും വയറുണ്ടാകത്തുള്ളത്. 2 നല്ല ഫൈബർ ഉണ്ട്. ഫൈബർ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ നാരുകളാണ്. അപ്പോൾ ഇതിനൊരു കൺസിസ്റ്റൻസി നല്ല രീതിയിൽ ലൂസായി കിട്ടും. അപ്പോൾ ഫൈബറുമായി ഫൈബറിന് നമുക്ക് പേരക്ക, ചീര, ചിയാ സീഡ്സ് കുറേ ആളുകൾക്ക് ഇപ്പോൾ പരിചയപ്പെട്ട് വരുന്നുണ്ട്. കസ്കസ് പോലെയാണ് കാണാൻ. ആ സാധനം രാത്രി വെള്ളത്തിലിട്ട് വെക്കുക. 1 ടീസ്പൂണ് 1 ഗ്ലാസ് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം അത് രാവിലെ വെറും വയറ്റിൽ കുടിക്കുമ്പോൾ നല്ല ഫൈബർ കിട്ടും. omega-3 ഒക്കെ നല്ല റിച്ച് ആയിട്ടുള്ള സാധനമാണ്. നീർക്കെട്ടൊക്കെ പോവും, ബ്ലോക്കൊക്കെ പോവും. അപ്പോൾ അത് അത്രയും ഫുഡുകൾ നല്ലോണം. പിന്നെ പച്ചക്കറി, ഇലക്കറികൾ നല്ലോണം എത്ര കൂട്ടാൻ പറ്റുമോ അതൊക്കെ കൂട്ടുക. അതൊക്കെ കൂട്ടിയിട്ട് പിന്നെ ആഡഡ് ഷുഗർ ഞാൻ പറഞ്ഞു, അങ്ങനത്തെ ഷുഗർ, ഇൻഫ്ലമേഷൻ, നീർക്കെട്ടുണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഒഴിവാക്കുക. പിന്നെ രണ്ടാമത്തത് നമ്മളെ അനക്കം കൂട്ടാനുള്ളത്. അനക്കം കൂട്ടാൻ നമ്മൾ എക്സസൈസ് ചെയ്യണം. നന്നായിട്ട് തടി ഇളകണം. നിങ്ങളൊന്ന് രാവിലെ ഒരു വെള്ളമൊക്കെ കുടിച്ചിട്ട് ടോയ്ലറ്റ് പോകാൻ നേരത്ത് ഒന്ന് നടക്കുന്നൊന്ന് ശീലമാക്കി. അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഒന്ന് ഇങ്ങനെ നടക്കുക. ഒന്ന് നടന്നിട്ട് ടോയ്ലറ്റ് പോയിക്ക്. അപ്പോൾ നല്ല വയറിന് അനക്കം കൂടും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അനക്കം കൂടുമ്പോൾ പെട്ടെന്ന് നമുക്ക് വയറിന്ന് എംറ്റിങ് നടക്കും. പിന്നെ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇപ്പോൾ എൻ്റെ അടുത്തേക്ക് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ദിവസം മുമ്പ്. ആൾ വയറ്റിന്ന് പോണൊക്കെ ഓക്കെയാണ്, പക്ഷേ ആൾക്ക് പൈൽസ് നിൽക്കുക. എന്ത് ജോലിയൊന്നും അങ്ങനത്തെ ഇരിക്കുന്ന പണിയൊന്നുമല്ല. പക്ഷെ എന്താ ചോദിച്ചു നോക്കുമ്പോൾ ഇയാൾക്ക് രാവിലെ എണീറ്റാൻ വയറ്റിന്ന് പോകണം, അല്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. എന്നിട്ട് ഇയാൾ ചെന്നിരിക്കുക, യൂറോപ്യൻ ടോയ്ലറ്റാണ്, ചെന്നിരിക്കും, 1/2 മണിക്കൂർ ഇരുന്ന് മുക്കുക. ഇതിങ്ങനെ പ്രഷർ കൊടുത്തുകൊണ്ട് നിൽക്കുക. അപ്പോൾ ഇങ്ങനെ പ്രഷർ കൊടുത്തരുതി വയറ്റിന്ന് വരില്ല. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. പ്രഷർ കൊടുത്താൽ വയറ്റിന്ന് വരില്ല. ഈ പ്രഷർ കൊടുക്കുമ്പോൾ ഇതിങ്ങനെ വയറ്റിൻ്റെ അകത്ത് ഇങ്ങനെ സഞ്ചിയിൽ കെട്ടി വെച്ചേക്കല്ല മലം. അതിങ്ങനെ ഒരു കുടലിൻ്റെ അകത്ത് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഈ കുടൽ അനക്കി കൊണ്ടുവരണം. അപ്പോൾ ഇത് അനങ്ങാനുള്ളൊരു സമയം കൊടുക്കണ്ടേ. ഇത് ചെന്നിട്ട് ഇരുന്നിട്ട് മുക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ ഈ അനക്കം കൂട്ടാനുള്ള പരിപാടി ആദ്യം ചെയ്യേണ്ടത്. ആദ്യം നടക്കുക, എക്സസൈസ് എടുക്കുക. ഒരു പിന്നെ ചായ കുടിക്കുന്ന ശീലമുള്ള ആളുകളാണെങ്കിൽ അമിതമാതെ 1 ഗ്ലാസ് ചായ വെറും വയറ്റിലല്ലാതെ കുടിക്കാം. നല്ലതാണ് അനക്കം കൂടാൻ. അപ്പോൾ അമിതമാതെ ചെറിയ പൊടി ഇട്ടിട്ട് അതന്നെ ഒരു ദിവസം 2 ഗ്ലാസ്സൊക്കെ ദിവസം മാക്സിമം കുടിക്കാൻ പാടുള്ളൂ ചായ എന്നുള്ളത്. എൻ്റെ കണക്ക് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇത് കുടിക്കുമ്പോൾ ഈ അനക്കം കൂടും, വയറ്റിന്ന് പോകുന്നു, നോർമലാവും. അപ്പോൾ കൂടുതൽ പ്രഷർ കൊടുക്കാതിരിക്കുക. ചെന്നൊരു സമാധാനത്തിൽ ഇരിക്കുക. 2 മിനിറ്റ് ഇരിക്കാൻ കണ്ട് തന്നെ ടോയ്ലറ്റ് പോവുക. അതെ നിങ്ങൾ തിരക്കിടാതെ ചെയ്താൽ സ്മൂത്ത് ആയിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇത്തരം ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടറെ കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാരണങ്ങൾ എന്താണ്, പൈൽസ് മാറാൻ എങ്ങനെയാണ്, എത്ര ദിവസം കൊണ്ടാകുമ്പോൾ പൈൽസ് മാറും എന്നുള്ള വിഷയങ്ങളൊക്കെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ നല്ലപോലെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് നല്ലോണം ഫോളോ അപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾ തീരെ പൈൽസ് വരിക. നിങ്ങൾ ഒരിക്കലും പൈൽസ് വരാതെ മുമ്പോട്ട് പോകാൻ പറ്റും. പൈൽസും കോൺസ്റ്റിപ്പേഷനും ഗ്യാസ്ട്രിക് പ്രശ്നങ്ങളും ഒന്നുമില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പ്രശ്നങ്ങൾ മാറ്റാൻ പറ്റും, വരാതിരിക്കാൻ പറ്റും. അഥവാ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കത് സർജറി ചെയ്യാതെ മാറ്റാനും പറ്റുന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴെക്കാവുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഹാർമോണിക്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ഡോക്ടർ ഓൺലൈൻ ഓഫ്ലൈൻ കൺസൾട്ടേഷനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിലും താഴെക്കാവുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മിസ്റ്റേയ ഹെൽത്തിലെ മറ്റു ഡോക്ടേഴ്സും ഇതിനു വേണ്ടി നിങ്ങളുടെ അസുഖങ്ങൾ മാറ്റാൻ വേണ്ടി റെഡിയാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് താഴെക്കാവുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്